ഇത്തവണത്തെ വെക്കേഷൻ എങ്ങോട്ടും കൊണ്ടുപോയില്ല എന്നുള്ള രുദ്രുവിൻ്റെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ ചിമ്മിനി ഡാം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ചിമ്മിനി ഡാം കാണാൻ പോണേ. അപ്പോൾ നമ്മൾ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിതൂട്ടനുള്ള ഫുഡ് നമ്മളവിടെ റോഡ് സൈഡിൽ നിന്നിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും ഒരു മിനി ഗ്യാസ് സ്റ്റൗ നമ്മൾ ക്യാരി ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളെ കൊണ്ട് പോകുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അത്. അങ്ങനെ മിതൂട്ടിന് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു കാഴ്ച കണ്ടത്. നിറയെ പൂമ്പാറ്റകൾ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. വേണമെങ്കിൽ കുട്ടികളെയൊക്കെ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കായിരുന്നു എന്ന് പറയാം. അങ്ങനെ പൂമ്പാറ്റകളെ കണ്ട എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഇറങ്ങി നോക്കിയപ്പോഴാണ് അവിടെ സൈഡിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടത്. അവിടെ നിറയെ പശുക്കളെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, മെയ്യാൻ വിട്ടൊക്കെയായിരുന്നു. പിന്നെ അതിന് സൈഡിലായിട്ട് തന്നെ ചെറിയൊരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ. ഞാൻ ഓർത്തത് തൃശ്ശൂർ ഇത്രയും കാലം ഉണ്ടായിട്ടും എന്തേ ചിമ്മിനി ഡാം കാണാൻ പോയില്ല എന്നാണ് കേട്ടോ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. നമ്മൾ ആ ഡാമിലേക്ക് പോകുന്ന ഒരു റൂട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ചിമ്മിനി ഡാം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അത് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്നോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കരമായ വെള്ളം ഒഴുക്കൊന്നുമില്ല, കാരണം മഴ പെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ഡാമിലെത്തി. ഡാമിൻ്റെ സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള കുറേ ഏരിയകളൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഊഞ്ഞാലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ താഴെ ഡാമിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി. കൊട്ടവഞ്ചി സവാരി ഇവിടുത്തെ മെയിനാണല്ലോ, എന്നാൽ പിന്നെ അതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കയറി. ഒരു കൊട്ടയ്ക്ക് 500 രൂപയാണ് കേട്ടോ അവർ ഈടാക്കണത്. അതായത് ഒരു കൊട്ടയിൽ 4 മുതിർന്നവരും ഒരു കുട്ടിയും, അങ്ങനെയാണ് മാക്സിമം കപ്പാസിറ്റി അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ കൊട്ടവഞ്ചിയിലിരുന്ന് പോവാണ്. കുടയൊക്കെ ചൂടിയിരിക്കണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടുച്ച നേരമാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു, ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അതായത് ചൂട് നല്ലതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ കൊട്ടവഞ്ചിയിൽ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ഹൈറ്റ് കൂടി വരുന്തോറും അത് കുറച്ചും കൂടി നല്ല ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ ഡാമിൻ്റെ സൈഡിലായിട്ട് ഈ നീർക്കാക്ക കുത്തിയിടുന്ന മീനുണ്ടല്ലോ, അതെടുത്ത് ആ ചേട്ടൻ കാണിച്ചു തരുന്നത്. അങ്ങനെ കുറേ മീനുകൾ ആ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം നമ്മളെ ആ കൊട്ടവഞ്ചിയിൽ അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഡാമിൻ്റെ ഷട്ടറൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് ഈ കൊട്ട നല്ലതുപോലെ ഒന്ന് കറക്കും. കുഞ്ഞുള്ള കാരണം നമ്മളധികം കറക്കില്ല കേട്ടോ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ കൊട്ടവഞ്ചി എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചിമ്മിനി ഡാം കാണാൻ പോയ വിശേഷങ്ങൾ. മഴക്കാലത്തൊക്കെ നമുക്ക് പോകാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ചിമ്മിനി ഡാമൊക്കെ കണ്ട് പിന്നെ ചൊക്കന വഴി കറങ്ങിയിട്ടാണ് തിരിച്ചു പോകുന്നത്.